ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു SK എഡ്യൂക്കേഷൻ വേൾഡ്. ഞാൻ നിങ്ങൾക്ക് വിൻഡോസ് ഓഫ് നോളജ് എന്ന ബയോളജി ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പാർട്ട് 1 വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയി വാച്ച് ചെയ്യുക. ഇന്ന് ഞാൻ SLC പബ്ലിക് എക്സാമിനേഷൻ 2020, 2019 ആൻഡ് ദ മോഡൽ എക്സാം 2019 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. SLC എക്സാം 2020. The process that leads to the information of impulses in photoreceptors. ഇമ്പൾസസ് നൽകുന്നത്, ഫോട്ടോറിസെപ്റ്റേഴ്സിലേക്ക് ഇമ്പൾസസ് നൽകുന്നത്, ഇമ്പൾസസ് ഉണ്ടാവാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ദ ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെന്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അതാണ് ആൻസർ അല്ലേ. ഈ പിഗ്മെൻറ്റ്സ്, വിഷ്വൽ പിഗ്മെൻറ്റ്സ് ഒക്കെ ഡിസോസിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ലൈറ്റിൻ്റെ പ്രസൻസിൽ ബാക്കി സ്റ്റെപ്സ് ഒക്കെ നടക്കാൻ കഴിയാം. ഓപ്ഷൻ ബി എന്താണ്? ഫോർമേഷൻ ഓഫ് വിറ്റാമിൻ എ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അല്ല, അത് റോഡോപ്സിൻ്റെ കേസിലൊക്കെയാണ് ഫോർമേഷൻ ഓഫ് വിറ്റാമിൻ എ വേണ്ടത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ടു സെറിബ്രം ത്രൂ ദ ഒപ്റ്റിക് നെർവ്. ലാസ്റ്റ് സ്റ്റെപ്പിലാണ് സെറിബ്രത്തിൽ ഇമ്പൾസസ് എത്തുകയും ഒപ്റ്റിക് നെർവ് വഴി, ഐ റിലേറ്റഡ് ആയതുകൊണ്ട് ഒപ്റ്റിക് നെർവ് വഴി ഇമ്പൾസസ് സെറിബ്രത്തിൽ എത്തുകയും അങ്ങനെ സൈറ്റ് വിഷൻ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ദ റിയൂണിയൻ ഓഫ് റെറ്റിനൽ ആൻഡ് ഒപ്സിൻ. അത് മിഡിൽ സ്റ്റെപ്പാണ്, റെറ്റിനാലിൻ്റെയും ഒപ്സിൻ്റെയും റിയൂണിയൻ. പക്ഷെ അതൊന്നുമല്ല ഇൻഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ ലീഡ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഏതാണ്? ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെന്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. വിഷ്വൽ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. സെൽസിൻ്റെ പിഗ്മെന്റ്സ് അത് ഏതൊക്കെയാണ്? റോഡോപ്സിനും അയഡോപ്സിനും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ടേസ്റ്റ് റിലേറ്റഡ് ആയിട്ട്, അതായത് 3-4 സ്റ്റെപ്പ് തരും. അത് ഡിസോർഡറിലായിരിക്കും, നമ്മളത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. ഇതിന് മുമ്പ് ചോദിച്ചത് സ്മെല്ലായിരുന്നു, അത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോ പോയി കാണുക. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഓപ്ഷൻ ഉണ്ട്, 4-5 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ നെർവ്സ്. എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ്, എങ്ങനെയാണ് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക? ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ടങ്സിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ടാവും അല്ലേ. ടേസ്റ്റ് ബഡ്സിൽ ഏതെങ്കിലും ടേസ്റ്റ് കയറി സ്റ്റിമുലേറ്റ് ആകുമ്പോഴാണ്, സ്റ്റിമുലേറ്റ് ആയ ഓട്ടോമാറ്റിക്കലി ഇമ്പൾസ് ജനറേറ്റ് ആവും, ഇമ്പൾസ് ക്രിയേറ്റ് ആവും. ഇമ്പൾസ് എന്നിട്ട് നെർവ്സിലൂടെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ്. ഓക്കെ. അതായത് സലൈവയിൽ പാർട്ടിക്കിൾസ് എത്തും, പാർട്ടിക്കിൾസ് ടേസ്റ്റ് ബഡുമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, അപ്പോൾ അവിടെ ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് ഇപ്പോൾ ഹിയറിംഗ് ആണെങ്കിൽ ഓഡിറ്ററി നെർവ്, സ്മെല്ലാണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്, ഐ ആണെങ്കിൽ ഒപ്റ്റിക് നെർവ്. ഇവിടെ നെർവിന് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് നെർവ് തന്നെ പഠിക്കുക. ടേസ്റ്റ് ബഡ് ടങ്സിൽ നെർവിലേക്ക് എത്തും, ആ നെർവിന്ന് സെറിബ്രത്തിലേക്ക് എത്തും സെൻസ് ഓഫ് ടേസ്റ്റ്. ബൈ ഹാർട്ട് പഠിക്കുക, സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് ഈ ഡിസോർഡേർഡ് ആയത് കറക്റ്റായിട്ട് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ദ സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ദ ടേസ്റ്റ് ഡിസോൾവ്സ് ഇൻ സലൈവ. സലൈവയിൽ പോയി ഡിസോൾവ് ചെയ്യും. പിന്നെ സബ്സ്റ്റൻസസ് റീച്ച് ദ ടേസ്റ്റ് ബഡ് ത്രൂ സലൈവ, ടേസ്റ്റ് ബഡ് കൂടിയാണ് പോവുക. ആദ്യം ഡിസോൾവ് ചെയ്യും, പിന്നെ ടേസ്റ്റ് ബഡാണ്. പിന്നെ കീമോ റിസെപ്റ്റേഴ്സ്, നേരത്തെ റിസെപ്റ്റേഴ്സ് ഏതാണ്? ടേസ്റ്റുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് കീമോ റിസെപ്റ്റേഴ്സ്. പിന്നെ ഇമ്പൾസസ് ഫോംസ് ഇൻ ദ കെമിക്കൽ റിസെപ്റ്റേഴ്സ്. അത് ഈ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് പോകും, സെറിബ്രത്തിലേക്ക് പോകും, പിന്നെ ടേസ്റ്റിന് എക്സ്പീരിയൻസ് ആവും. ആ റിസെപ്റ്റേഴ്സ് ജസ്റ്റ് മനസ്സിലാക്കുക. ഐ ആകുമ്പോൾ ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് റിസെപ്റ്റേഴ്സ്. ഹിയർ ആകുമ്പം ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്. ടേസ്റ്റ് ആകുമ്പം കീമോ റിസെപ്റ്റേഴ്സ്. സ്മെല്ലാകുമ്പം ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ്രോ ദ പിക്ചർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ നെയിം ഇൻഡിക്കേറ്റഡ് ആൻഡ് ലേബിൾ ദ പാർട്സ്. ഓക്കെ. ഐൻ്റെ പിക്കാണ് തന്നത്. ഐയും ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മെല്ലും ടേസ്റ്റുമാണ് ഫ്ലോ ചാർട്ടായിട്ട് വരിക. ഐയും ഇയറും മിക്കവാറും പിക്ക് തന്നെയാണ് വരിക. എന്നിട്ട് ഫങ്ഷൻ തരും, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് തരും. ആ പാട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പിക്ചറിൽ മാർക്ക് ചെയ്യുക, അതാണ് വരിക. ഇവിടെ അങ്ങനെ തന്നെ. പാർട്ട് റിഫ്രാക്ട് ലൈറ്റ് റൈസ് ഇൻ ടു ദ ഐസ്. ഐസിലേക്ക് ലൈറ്റ് റൈസ് റിഫ്രാക്ട് ചെയ്യുന്ന പാട്ട് ഒബ്വിയസ്ലി കോർണിയ. കോർണിയ എന്ന് പറയുന്നത് ഏതാണ്? ആ ഫ്രണ്ടിലുള്ള ഒരു പാട്ടാണ് അല്ലേ. ഇനി 10th B, the part that adjusts its size as the intensity of light varies. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഏതൊരു പാട്ട് നമ്മളെ
അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈസ്, ലെൻസിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ആ രണ്ട് ഐറിസിൻ്റെയും മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, അതേതാണ്? പ്യൂപ്പിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യുക സൈസ് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വാരീസ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്യൂപ്പിളാണ്. മൂന്നാമത്തത്, ദ പാർട്ട് ഓഫ് റെറ്റിന വെർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ സീൻ. യെസ്, യെല്ലോ സ്പോട്ടിലാണ് പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് സീൻ ചെയ്യുന്നതും ബ്ലാക്ക് സ്പോട്ടിലാണ് റിസെപ്റ്റേഴ്സ് തീരെ ഇല്ലാത്തതുമായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് SLC മോഡൽ എക്സാം 2019. First question, select the activity which regulates the size of pupil according to the intensity of light. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനനുസരിച്ച് സൈസ് വാരി ചെയ്യുന്ന പാർട്ട് പ്യൂപ്പിളാണ്. അതെങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഐറിസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ് ഐറിസ് മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് പ്യൂപ്പിളിന് സൈസ് വാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഓപ്ഷൻ കൊടുത്തിട്ട് ആൻസർ എന്തായിരിക്കും? കോൺട്രാക്ഷൻ ആൻഡ് ദ റിലാക്സേഷൻ ഓഫ് ഐറിസ് മസിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയറിൻ്റെ പാർട്ടാണ് കൊടുത്തത്. ഇയറിൻ്റെ ഒരു പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോക്ലിയും വെസ്റ്റിബുലർ കനാലുമായിട്ടുള്ള സെമിസെക്കുലർ കനാലുമായിട്ടുള്ള വെസ്റ്റിബുലർ കനാലും ഓഡിറ്ററിനോ കോക്ലിയോ ആയിട്ടുള്ള ഒരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻ ഓൺലി ഓഫ് ദ ബോഡി ബാലൻസിങ് പാർട്സ് ഫ്രം എമോങ് ABCD. ABCD ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബുലാർ നെർവുമാണ്. സെമി സർക്കുലർ കനാൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു പിക്കിൽ നോക്കിയാൽ മനസ്സിലാവും. എന്ന് കൊടുത്തത് സെമി സർക്കുലർ കനാൽസ് ആണ്. ക്ലസ്റ്റർ ഓഫ് റിസെപ്റ്റേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹെയർ സെൽ സീൻ ഇൻസൈഡ് ദ സെമി സർക്കുലർ കനാൽ ഹെൽപ്സ് ഇൻ ബാലൻസിങ് ദ ബോഡി. സെമി സർക്കുലർ കനാൽസിൻ്റെ ഉള്ളിൽ ഹെയർസ് ഉണ്ട്. ക്ലസ്റ്റർ ഓഫ് ഹെയർസ് ആണ് ഗ്രൂപ്പ് ഓഫ് ഹെയർസ്. ആ ഗ്രൂപ്പ് ഓഫ് ഹെയർസ് ആണ് എന്ത് ചെയ്യുന്നത്? ബാലൻസിങ് ഓഫ് ദ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്നത് സെമി സർക്കുലർ കനാലിൻ്റെ ഉള്ളിൽ. ഇനി ബി, വെസ്റ്റിബുലാർ നെർവ്. ദ ഇമ്പൾസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദ വെസ്റ്റിബുലാർ നെർവ് ടു ദ സെറിബെല്ലം. സെറിബെല്ലത്തിലേക്ക് ശ്രദ്ധിക്കണം, ഇയർ ബോഡി ബാലൻസിങ് എന്താണ്? സെറിബെല്ലമാണ്. അപ്പം ഇമ്പൾസ് ആകെ ട്രാൻസ്മിറ്റ് ചെയ്ത് അത് വെസ്റ്റിബുലാർ നെർവ്സ് കൂടെ എവിടെ എത്തുന്നു? സെറിബെല്ലത്തിലെത്തുന്നു. അപ്പോൾ വെസ്റ്റിബുലാർ നെർവും സെമി സർക്കുലർ കനാൽസുമാണ് ബോഡി ബാലൻസിങ് ഹെൽപ്പ് ചെയ്യുന്നത്. റൈറ്റ് ദ ഫങ്ഷൻസ് പെർഫോം ബൈ ദ അതർ പാർട്സ്. ബാക്കി സിയും ഡിയും ഉണ്ട്. സി എന്ന് പറയുന്നത് ഓഡിറ്ററി നെർവ് ആണ്. ഓഡിറ്ററി നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറിബ്രത്തിലേക്ക് എന്തെത്തിക്കുന്നു? ഇമ്പൾസ് കൂടെ ഓഡിറ്ററി നെർവ് കൂടിയാണ്. അങ്ങനെ ഹിയറിംഗ്, കോക്ലിയും കൊടുത്തിട്ട് കോക്ലിയും ഹിയറിംഗ് ആണ്. അപ്പം ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നത് ഓഡിറ്ററി നെർവ് ആൻഡ് കോക്ലിയ. ഓഡിറ്ററി നെർവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറിബ്രത്തിലേക്ക് ഓഡിറ്ററി നെർവ് വഴിയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അങ്ങനെ ഹിയറിംഗ് കേൾക്കുന്നതും ഹിയറിംഗ് എഫക്റ്റ് ആവുന്നതും. ഡിയും കോക്ലിയും ഹിയറിംഗ് ആണ്. ഓക്കെ, SLC എക്സാം 2019. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ പാർട്ട് ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു റെറ്റിന ഫ്രം ദ ഫോളോയിങ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ബോക്സിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ്, യെല്ലോ സ്പോട്ട്, കൺജക്റ്റൈവ, ബ്ലൈൻഡ് സ്പോട്ട്, ഐറിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റെറ്റിന ആയിട്ട് ഒരു ഏതൊക്കെയോ 2 പാർട്ടിന് ഒരു ബന്ധമല്ല. ശരിയാണ്. ഏതൊക്കെയാണത്? ഫോട്ടോ റിസെപ്റ്റർ ആണോ? അല്ല. റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസന്റ് ചെയ്യുന്നത്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. യെല്ലോ സ്പോട്ട് ആണോ? അല്ല. ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എവിടെയാണ്? കാണുന്നത് എവിടെയാണ്? യെല്ലോ സ്പോട്ടിലാണ്. കൺജക്റ്റൈവ ആണോ? യെസ്, കൺജക്റ്റൈവ റെറ്റിനയായിട്ട് ബന്ധമില്ല. കൺജക്റ്റൈവ ഫ്രണ്ട് പാർട്ടാണ് ഐൻ്റെത്. ബ്ലൈൻഡ് സ്പോട്ട് അല്ല. ബ്ലൈൻഡ് സ്പോട്ടിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസന്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ അത് റെറ്റിനയായിട്ട് ബന്ധമുണ്ട്. ഐറിസ് ആണോ? യെസ്, ഐറിസും റെറ്റിനയായിട്ട് ബന്ധമില്ല. കാരണം ഐറിസ് എന്ന് പറയുന്നത് പ്യൂപ്പിളിൻ്റെ 2 ഭാഗത്തേക്ക് പ്യൂപ്പിളിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്ന മസിൽസാണ് ഐറിസ്. അപ്പോൾ ഏതൊക്കെയാണ് റെറ്റിനയായിട്ടൊരു ബന്ധമില്ലാത്തത്? കൺജക്റ്റൈവക്കും ഐറിസിനും റെറ്റിനയായിട്ട് വലിയ ബന്ധമില്ല. ഈ 14th ക്വസ്റ്റ്യൻ, correct mistakes if any in the underlined part of a given statement. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ് വെൻ വ്യൂയിങ് നിയർ ഒബ്ജക്ട്സ്. യെസ്, അതെ, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ് ചെയ്യാണ് നിയർ ഒബ്ജക്ട്സ് വ്യൂ ചെയ്യുമ്പോൾ. അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു ബോക്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി വാച്ച് ചെയ്യുക ഫസ്റ്റ് വീഡിയോ. ബി, വിട്രസ് ഹ്യൂമർ ഇസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഇസ് റീഅബ്സോർബ്ഡ് ബൈ ബ്ലഡ്. വിട്രസ് ഹ്യൂമർ ഇസ് ഫോം ഫ്രം ബ്ലഡ് ആണോ? അല്ല. എക്വസ് ഹ്യൂമർ ആണ് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നതും
റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നതും എക്വസ് ഹ്യൂമറാണ്. ഓക്കെ, നെക്സ്റ്റ് മെംബ്രെയിനസ് ലാംബ്രിന്ത് ഇൻ ദ ഇന്നർ ഇയർ ഈസ് ഫിൽഡ് വിത്ത് പെരിലിംഫ്. കറക്റ്റാണ്. മെംബ്രെയിനസ് ലാംബ്രിന്ത് ഇൻ ദ ഇന്നർ ലിംഫ് പെരിലിംഫ് ആണ് അല്ലേ. ഇനി ഫോർത്ത് വൺ, Eustachian tube amplifies and transmit the vibration of tympanum to internal ear. ആണോ? അല്ല, അതും ഞാൻ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇയർ ഓസിക്കിൾസ് ആണ്. ഇയർ ഓസിക്കിൾസ് ആംപ്ലിഫൈസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ടിംപാനം ടു ഇന്റേണൽ ഇയർ. സെയിം ക്വസ്റ്റ്യൻ ഏകദേശമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം പോയി വാച്ച് ചെയ്യുക ആ വീഡിയോ. 15th one, observe the illustration and answer the following question. സെയിം ക്വസ്റ്റ്യൻ വന്നതാണ്. നെയിം ദ സെൽസ് എ ആൻഡ് ബി. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദീസ് സെൽസ് ഇൻ മേക്കിംഗ് വിഷൻ പോസിബിൾ. ഓക്കെ, റോഡ് സെൽസ് എന്താണ്? ഡിം ലൈറ്റിലാണ് കാണുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷൻ ആയിരിക്കും, അത് റൊഡോപ്സിൻ ആണ് പിഗ്മെൻറ്റ്. കോൺ സെൽസ് എന്താണ്? ബ്രൈറ്റ് ലൈറ്റ് വിഷൻ, ഡേ ലൈറ്റിലാണ് കാണുക, കളേർഡ് വിഷൻ ആയിരിക്കും, അതിന് തന്നെ 3 കളർ ഗ്രീൻ, ബ്ലൂ, റെഡ് ലൈറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതിന് ഐഡോപ്സിനെല്ലാം ഫോട്ടോപ്സിനാണ് പിഗ്മെൻ്റ് ഉള്ളത്. ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ്, അല്ല അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് കൂടി എഴുതണം കേട്ടോ. വർക്കിംഗ് ഓഫ് കോൺ സെൽസും വർക്കിംഗ് ഓഫ് റോഡ് സെൽസും എഴുതണം. എങ്ങനെയാണ് കോൺ സെൽസിൻ്റെ വർക്കിംഗ്? ലൈറ്റ് കോൺ സെൽസ് ചെന്ന് ഫോൾ ചെയ്യുമ്പോൾ തട്ടുമ്പം അവിടെ പിഗ്മെൻറ്റ് പ്രസൻ്റ് ഉള്ളത് ഫോം ചെയ്യും. അതായത് ഫോട്ടോപ്സിനാണ് കോൺ സെൽസിൽ. അത് എന്നിട്ട് റെറ്റിനാൽ ആൻഡ് ഒപ്സിനെ ഡിസോസിയേറ്റ് ചെയ്യും. ഈ ഒരു കെമിക്കൽ ചേഞ്ചാണ് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളാണ്, ഒന്നുമില്ല. കോൺ സെൽസ് പോയി ലൈറ്റ് തട്ടുമ്പോൾ അതിൻ്റെ പിഗ്മെൻ്റായ ഫോട്ടോപ്സിൻ ഫോം ചെയ്യും. അത് റെറ്റിനയും ഒപ്സിനും ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് കെമിക്കൽ ചേഞ്ച് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി റോഡ് സെൽസ് ആണെങ്കിലോ, റോഡ് സെൽസ് പോയി തട്ടുമ്പോൾ പിഗ്മെൻറ്റ് റോഡോപ്സിനാണ്, അത് ഫോം ചെയ്യും. അത് എന്നിട്ട് റെറ്റിനാലിനെ ഒപ്സിനെയും ഡിസോസിയേറ്റ് ചെയ്യും. ഈ കെമിക്കൽ ചേഞ്ച് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും. സിമ്പിൾ. ഇനി ഓപ്ഷൻ സി, സബ് ക്വസ്റ്റ്യൻ സി. ഹൗ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ഇൻ ദീസ് സെൽസ് വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു സെൻസ് ഓഫ് വിഷൻ എങ്ങനെയാണ്? പിഗ്മെൻറ്റ്സ്, അതായത് ഏതെങ്കിലും ലൈറ്റ് റോഡ് സെൽസിലോ കോൺ സെൽസിലോ ചെന്ന് തട്ടുമ്പം അവിടെ പിഗ്മെൻറ്റ് ഫോം ചെയ്യും. ആ പിഗ്മെൻറ്റ് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും റെറ്റിനാലിനെയും ഒപ്സിനെയും. അതിന് ഇമ്പൾസ് ഫോം ചെയ്യും. അങ്ങനെ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് ഇമ്പൾസസ് എത്തും. അങ്ങനെ സെൻസ് ഓഫ് വിഷൻ നടക്കും. ഓക്കെ, സെറിബ്രത്തിലേക്കാണ്, ബ്രെയിനിലെ. ഈ നമ്മളെ വീഡിയോ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ